ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെയധികം സ്വാദുള്ളതും വെറൈറ്റിയുമായ ഒരു റെസിപ്പി ഉണ്ടാക്കാം. അലൂ മേത്തി കാ റെസിപ്പി. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം ഉലുവായില എടുത്തിട്ടുണ്ട്, 3 പൊട്ടറ്റോയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഉലുവായിലയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ പൊട്ടറ്റോ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം. ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉലുവായില, പൊട്ടറ്റോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 സവാള അരിഞ്ഞത്, മല്ലിയില, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്ര സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാടപ്പേ വെച്ച് അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് പറയാൻ വിട്ടുപോയതായിരുന്നു. എന്നിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അലൂ മേത്തിയുടെ സബ്ജി വളരെയധികം ടേസ്റ്റുള്ളതാണ്. നമുക്ക് ചപ്പാത്തി, ചോറ്, പൂരി ഇതെല്ലാം കഴിക്കാൻ വളരെ സ്വാദുള്ളതാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി അതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സബ്ജി ശരീരത്തിന് വളരെയധികം പോഷകഗുണം ചെയ്യുന്നതാണ്. ഇത് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 4 മണിക്കാണ്. ഇനി നമുക്കിതിലേക്ക് സ്വല്പം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ചെറിയ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആ പൊട്ടറ്റോ എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ചെറിയ തീയിൽ വെച്ച് വേവിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പൊട്ടറ്റോ നല്ലതുപോലെ വേകണം, എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒരു അടപ്പ് വെച്ച് ഒന്ന് അടച്ച് അതൊന്ന് വേവാൻ വേണ്ടി കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇപ്പോൾ അതൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവായുടെ ഇല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉലുവായിലയും പൊട്ടറ്റോയും മസാലയെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല ഭംഗിയായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉലുവായില നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാനും നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ കുറയുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല പച്ചിലക്കറിയാണ്. ഇനി നമുക്കതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം, മുരിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് ചൂടോടെ ഉപയോഗിക്കാൻ വളരെ ടേസ്റ്റുള്ളതാണ്. കയ്പൊന്നും ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു സബ്ജിയാണ്. ഇപ്പോൾ നമ്മുടെ അലൂ മേത്തിക്ക് സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സ്വാദുള്ളതാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്.
ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടത് താങ്ക് യു.